ഓക്കെ, അപ്പോൾ നമുക്ക് ബയാസ് തിയറം എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഇവിടെ ബയാസ് തിയറം എന്ന് പറയുന്നത് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എ ഹാപ്പനിങ് given that event B already happened. ഇവന്റ് ബി ഓൾറെഡി ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവന്റ് എ നടക്കാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ബി ആയിട്ട് കൺസിഡർ, അതായത് ബി ഹാപ്പൻ ചെയ്തു, റെയിനിങ് ആണ്. ആ സമയത്ത് ഒരാള് കുട എടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ കുട കയ്യിൽ കരുതാനുള്ള സാധ്യത എത്രത്തോളം എന്ന് കണ്ടുപിടിക്കണം. അത് ബി എന്ന കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ ഈ ഒരു ക്ലാസ്, അതായത് കുട എടുക്കുമോ ഇല്ലയോ എന്ന പ്രഡിക്ഷൻ, ആ ഒരു ക്ലാസ് നടക്കാനുള്ള സാധ്യത എത്രത്തോളം, അതാണ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈക്വൽ ടു പി ഓഫ് ബി ഗിവൺ എ, അതായത് ലൈക്ലിഹുഡ് ആണത്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ബി ഹാപ്പനിങ് given that event A has already happened. അതായത് ഈ ഒരു എ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് ഇത് ഓൾറെഡി ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബി നടക്കാനുള്ള സാധ്യത എത്രത്തോളം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാള് കുട എടുത്തിട്ടുണ്ട് കയ്യിൽ, ഓൾറെഡി കുട എടുത്തിട്ടുണ്ട്, കുട എടുക്കുമോ ഇല്ലയോ എന്ന കേസിൽ കുട എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഫോർ റെയിനിങ്, അതായത് റെയിനിങ് നടക്കാനുള്ള സാധ്യത എത്രത്തോളം, അതാണ് ഈ ഒരു ലൈക്ലിഹുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പി ഓഫ് എ എന്താണ്? പി ഓഫ് എ എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് എ ബീയിങ് ട്രൂ. ഈ ഒരു പ്രോബബിലിറ്റി, അതായത് നമ്മുടെ ക്ലാസ് എന്താണ് അവിടെ, കുട എടുക്കുമോ ഇല്ലയോ എന്ന ആ ഒരു ക്ലാസിന്റെ പ്രോബബിലിറ്റി, അതായത് കുട എടുത്ത ആളുകളുടെയും കുട എടുക്കാത്തവരുടെയും എണ്ണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സുകളുടെ കുട എടുത്ത ക്ലാസിന്റെയും യെസ് എന്ന ക്ലാസ്സും നോ എന്ന ക്ലാസ്സിലും യെസ് എന്ന കണ്ടീഷൻ എത്ര വന്നു, അല്ലെങ്കിൽ നോ എന്ന കണ്ടീഷൻ എത്ര നോ എന്ന ക്ലാസ് എത്ര ഉണ്ട് എന്നതിന്റെ പ്രോബബിലിറ്റി, ക്ലാസിന്റെ പ്രോബബിലിറ്റി, ഓരോ ക്ലാസ്സും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, അതാണ് പ്രോബബിലിറ്റി ഓഫ് എ ബീയിങ് ട്രൂ. അപ്പം ഇവിടെ പി ഓഫ് ക്ലാസ് ഗിവൺ എക്സ് മീൻസ് എക്സ് ആണ് നമ്മുടെ ഫീച്ചർ, ഈ ക്ലാസ് ആണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ എക്സ് ട്രൂ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലാസ് നടക്കാനുള്ള സാധ്യത, ഈ ഒരു ക്ലാസ് ഓൾറെഡി, അതായത് ഇപ്പോൾ സംവൺ അംബർല എടുത്തിട്ടുണ്ടെങ്കിൽ റെയിനിങ് മഴ പെയ്യാനുള്ള സാധ്യത എത്രത്തോളം എന്നതിൻ്റെ ആ ഒരു ലൈക്ലിഹുഡ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പി ഓഫ് ക്ലാസ് എന്ന് പറയുന്നത് പ്രയോർ പ്രോബബിലിറ്റിയാണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എവിഡൻസ് ആണ്, ഫുൾ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പി ഓഫ് ക്ലാസ് ഗിവൺ എക്സ് ആണ്. അപ്പോൾ ഓരോ ക്ലാസ്സിനും പാസ് ഓർ ഫെയിലിനും നമ്മൾ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. എത്ര ക്ലാസ് ഉണ്ടോ അത്രയും പോസ്റ്റീരിയർ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഹയർ പ്രോബബിലിറ്റി ഉള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രിഡിക്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു കുട്ടി പാസ്സാണോ ഫെയിൽ ആണോ എന്ന് പ്രിഡിക്റ്റ് ചെയ്യണം. എന്തിന്റെ ബേസിൽ? അറ്റൻഡൻസ് ലോയും ഹോംവർക്ക് ചെയ്തിട്ടുമുള്ള ഒരു കുട്ടി പാസ്സാവോ ഫെയിൽ ആവോ എന്ന് മുന്നത്തെ ഒരു ഡാറ്റയെ ബേസ് ചെയ്തിട്ട്, പാസ്റ്റ് ഡാറ്റയെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യണം, ഒരു പാസ്റ്റ് എവിഡൻസിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ പി ഓഫ് പാസ്, അതായത് നമ്മുടെ പ്രയോർ പ്രോബബിലിറ്റി, പി ഓഫ് ക്ലാസ് എത്ര ക്ലാസ് ഉണ്ട്? പി ഓഫ് പാസ് ഉണ്ട്, പി ഓഫ് ഫെയിൽ ഉണ്ട്. പി ഓഫ് പാസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സാമ്പിൾസ്. അതായത് ഇപ്പോൾ 3 പേരാണ് പാസ് ആയിട്ടുള്ളെങ്കിൽ 3/4, മൊത്തം പാസ്സായവരും ഫെയിൽ ആയവരും 4 ആണെങ്കിൽ